LDF ക്യാമ്പിലേക്ക് ഒന്ന് പോകാം. സാനിയ മനോമി, ഗുഡ് ഈവനിങ്. സ്ഥാനാർത്ഥി ഇത്തവണയും ഒരു സ്വതന്ത്രനാണ്. അതും എല്ലാവർക്കും പരിചിതമായ ഒരു മുഖത്തെ തന്നെ LDF ഒടുവിൽ തെരഞ്ഞു പിടിച്ച് കണ്ടെത്തുകയാണോ? ഗുഡ് ഈവനിങ് സുധിയ പാർവതി. ഏതായാലും ഈ LDFന്റെ ലിസ്റ്റിൽ നേരത്തെയുള്ള ആളുകളും ഉണ്ട് എന്നുള്ളതാണ്. അതേസമയം ഷിനാസ് ബാബുവിനോടും ചർച്ച നടത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. CPM നേതൃത്വവുമായി ബന്ധപ്പെടുമ്പോൾ ഷിനാസ് ബാബുവുമായി കഴിഞ്ഞ ദിവസം ചർച്ച നടത്തിയിട്ടുണ്ട് എന്നും അദ്ദേഹം മത്സരിക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നുമാണ് അറിയുന്നത്. ഷിനാസ് ബാബുവിനെ കുറിച്ച് പറയുമ്പോൾ നിലമ്പൂരുകാർക്ക് വളരെ പ്രിയങ്കരനായ, അല്ലെങ്കിൽ നിലമ്പൂരുകാർക്ക് വളരെ പരിചിതനായ ഒരു മുഖം കൂടിയാണ് ഷിനാസിൻ്റേത്. ആദിവാസി വിഭാഗങ്ങൾക്കിടയിലടക്കം വലിയ സ്വാധീനമുള്ള ഒരാൾ കൂടിയാണ് ഷിനാസ്. മാത്രവുമല്ല, നിലമ്പൂർ ജില്ലാ ആശുപത്രി ഇന്നത്തെ നിലവാരത്തിലേക്ക് ഉയർത്താൻ ഒരുപാട് ശ്രമിക്കുകയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്ത നാട്ടുകാരുടെയൊക്കെ പ്രിയപ്പെട്ട ഡോക്ടർ എന്ന നിലയിലാണ് ഷിനാസിനെ ഇപ്പോൾ LDF പരിഗണിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്കറിയാം, UDF ഒരു സാംസ്കാരിക മുഖം കൂടിയാണ് സ്ഥാനാർത്ഥിയായി വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സാമൂഹ്യ രംഗത്തൊക്കെ സേവനം ചെയ്യുന്നയാൾ എന്ന നിലയിലേക്കുള്ള ഒരു സ്ഥാനാർത്ഥി വേണമെന്നൊരു തോന്നൽ LDFനുണ്ടായിരുന്നു. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കണം ഇത്തരത്തിലൊരു ചർച്ച നടന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും നാളെ ഇപ്പോൾ സെക്രട്ടേറിയറ്റ് കഴിയുന്നതിന് ശേഷം, നാളെ വൈകിട്ടോടെ, നാളെ ഉച്ചയ്ക്ക് ശേഷം ഏതായാലും സ്ഥാനാർത്ഥി നിലമ്പൂരിൽ സ്വതന്ത്രനാണോ അതോ പട്ടികയിലുള്ള മറ്റ് 3 പേരിൽ ഒരാളാണോ? തോമസ് മാത്യുവോ, ഷബീറോ, ഷെറോണ റോയിയോ, അതോ ഷിനാസ് ബാബു എന്ന ഡോക്ടറോ? ആരായിരിക്കുമെന്നറിയാൻ ആകാംക്ഷ കടുക്കുകയാണ്. VS രഞ്ജിത്ത്, ഗുഡ് ഈവനിങ്. NDAയുടെ കാര്യം എന്തായി? BJP മത്സരിക്കുന്നില്ല എന്ന് ഉറപ്പിച്ചു. BDJSന് സീറ്റ് നൽകുന്നു. BDJSൽ തന്നെ മത്സരിക്കണോ വേണ്ടയോ എന്നൊക്കെയുള്ള ചില ആലോചനകളൊക്കെ ഉണ്ടായിരുന്നു. ഒടുവിൽ ഗിരീഷിനെ തന്നെ ഇറക്കാൻ തീരുമാനിച്ചോ? സുധിയ, UDF സ്ഥാനാർത്ഥി പര്യടനം തുടങ്ങിക്കഴിഞ്ഞു. LDFനെ സംബന്ധിച്ച് സ്ഥാനാർത്ഥി ആരാകണമെന്ന ചർച്ചയാണ്. എന്നാൽ BDJSലും BJPയെ സംബന്ധിച്ച് സ്ഥാനാർത്ഥിയെ നിർത്തണോ എന്ന കാര്യത്തിലാണ് ആശങ്കയുള്ളത്. അതിൽ BJP നേരത്തെ തന്നെ സ്ഥാനാർത്ഥി വേണ്ടതില്ല, അവരുടെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് BDJS മത്സരിക്കുന്നുണ്ടോ എന്ന കാര്യം മുന്നണിയിൽ BJP അന്വേഷിക്കുന്നത്. BDJSും അക്കാര്യം ചർച്ച ചെയ്തു. പക്ഷേ BDJSന്റെ സംസ്ഥാന നേതൃത്വത്തിന് മത്സരിക്കാൻ താല്പര്യമില്ല. ഇന്നലെ തുഷാർ വെള്ളാപ്പള്ളിയുമായി ബന്ധപ്പെടുമ്പോഴൊക്കെ സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ പ്രധാനമായിട്ടും 2 അഭിപ്രായം ഉയർന്നു. വെറുതെ മത്സരിച്ച് പണവും അധ്വാനവും കളഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലുമുള്ളൊരു ഫോക്കസ് നഷ്ടപ്പെടുത്തേണ്ടതില്ല എന്നുള്ളതാണ്. പക്ഷേ പ്രാദേശിക ഘടകം, നിലമ്പൂരിലുള്ള BDJSന്റെ പ്രാദേശിക ഘടകത്തിനും നിലമ്പൂരിലുള്ള BJPയുടെ പ്രാദേശിക ഘടകത്തിനും മത്സരിക്കണമെന്നുള്ളതാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചില്ല എങ്കിൽ ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളിലൊന്നും മത്സരിക്കാനുള്ള ഒരു സാഹചര്യം പനിയൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല, ഞാനിവിടെ കോൺഗ്രസിന്റെ ഒരു യോഗത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ശബ്ദമെടുത്ത് സംസാരിക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. അല്ല, രഞ്ജിത്തിന് എന്ത് പറ്റിയെന്ന് ഇങ്ങനെ രഞ്ജിത്തിന്റെ ആരാധകരൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ രഞ്ജിത്തിനൊന്നും പറ്റിയിട്ടില്ല സുഹൃത്തുക്കളെ. അപ്പോൾ രഞ്ജിത്ത്, സ്ഥാനാർത്ഥിയെ നിർത്തിയില്ലെങ്കിൽ BJPയുടെ വോട്ട് എങ്ങോട്ട് പോകും, NDAയുടെ വോട്ട് എങ്ങോട്ട് പോകും എന്ന ഒരു ചോദ്യം എതിർപ്പാളയങ്ങളിൽ നിന്ന് ഉയരുന്നുണ്ട്. എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട് ആ വോട്ടുകൾ. തീർച്ചയായിട്ടും 12,000-ഓളം വോട്ട് 2016 BJPക്ക് കിട്ടിയിരുന്നു. അത് BDJS മത്സരിച്ച ഘട്ടത്തിലാണ്. 2021 അത് ഏകദേശം 8,900 വോട്ടുകളാണ്. ആ വോട്ടുകൾ, അതായത് ഒരു 15,000-നടുത്ത് വോട്ടുകളുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ 15,000-ഓളം വോട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ വോട്ടുകൾ ആർക്ക് എന്നൊരു ചോദ്യം പ്രധാനമാണ്. അത് LDFന് ഗുണം ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും UDFന്റെ പരാജയമായിരിക്കും. അല്ലെങ്കിൽ തിരിച്ചാണെങ്കിൽ അതുപോലെ തന്നെ. അപ്പോൾ ഈ മുന്നണികൾക്കൊക്കെ ആശങ്കയുള്ള കാര്യമാണ്. BJPയും BDJSും മത്സരിക്കുന്നില്ല എങ്കിൽ ആ വോട്ടുകൾ എങ്ങോട്ട് പോകും എന്ന കാര്യത്തിൽ ഒരു ആശങ്ക ഇരു മുന്നണികൾക്കുമുണ്ട്.